കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽസ് ഉടമയും സ്റ്റാഫിനെയും കടയുടെ പിന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യത്തിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നു. കട ഉടമയായ അലി എന്ന കോഴിക്കോട് സ്വദേശിയും സ്ഥാപനത്തിലെ മാനേജരായി ജോലി ചെയ്യുന്ന ദിവ്യമോളുമാണ് കടയുടെ പിൻവശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിവ്യമോൾ ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷിച്ചതും അതേ തുടർന്നുള്ള അന്വേഷണത്തിലൂടെയാണ് ഇരുവരും മരിച്ച നിലയിൽ കണ്ടെത്തിയതും. കോഴിക്കോടുകാരനായ അലി 1 വർഷത്തോളമായി കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽസ് ഷോപ്പ് നടത്തുകയായിരുന്നു. ഇവിടെ മാനേജരായി ജോലി ചെയ്യുന്ന ദിവ്യമോളും അലിയും സ്റ്റോക്ക് എടുക്കുവാനും മറ്റും ദിവസങ്ങളോളം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഇന്നലെ ദിവ്യമോൾ വീട്ടിൽ തിരിച്ചെത്താത്തതോടെ തുടർന്ന് ഇത്തരത്തിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോയതായിരിക്കാമെന്നാണ് വീട്ടുകാർ നനച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇരുവരും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ഷോപ്പിലെത്തിയ മറ്റു ജീവനക്കാർ കട അടച്ചിട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് പരിശോധന തുടങ്ങിയത്. അപ്പോഴാണ് അകത്ത് തൂങ്ങിയ നിലയിൽ ഇരുവരെയും കാണുന്നത്. ദിവ്യമോൾ വിവാഹം കഴിഞ്ഞ് 2 മക്കളുള്ള സ്ത്രീയാണ്. ഇരുവരും തമ്മിൽ പ്രണയമുണ്ടായിരുന്നു എന്നൊക്കെയാണ് ജീവനക്കാർ വെളിപ്പെടുത്തിയത്. എന്ത് കാരണത്താലാണ് ഇരുവരും ഇത്തരത്തിലേക്ക് മാറിപ്പോയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇവരുടെ ഫോൺ സംഭാഷണങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. യാതൊരു സൂചനയും നൽകാത്ത ഒരു മരണം തന്നെയാണിത്. ഇത്തരത്തിൽ സ്വന്തം ജീവൻ ഇല്ലാതാക്കുവാനും മാത്രം ഇവരുടെ ഇടയിൽ എന്തു പ്രശ്നങ്ങളാണ് നിലനിന്നിരുന്നത് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവമായ കാര്യം. ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടെന്നും അത് പ്രണയമായിരുന്നെന്നും പലരും അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിൽ ഇവരുടെ ഇടയിലെ ഈ ബന്ധത്തിൽ അകൽച്ചയുണ്ടായതാണോ ഇരുവരും ഇങ്ങനെ ചെയ്യുവാൻ കാരണമെന്നുള്ള കാര്യവും വ്യക്തമല്ല. എന്ത് തന്നെയായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ വിദഗ്ധരുടെ സഹായം തേടുക. അലിയുടെയും ദിവ്യമോളുടെയും മരണത്തിന്റെ പിന്നിലെ ദുരൂഹത തിരയുകയാണ് പോലീസ്. വൈകാതെ തന്നെ എന്ത് കാരണത്താലാണ് ഇവർ ഇത്തരത്തിലേക്ക് മാറിപ്പോയത് എന്നുള്ള കാര്യം പുറത്തുവരും. ഓർക്കുക, അർഹിക്കാത്ത ബന്ധങ്ങൾ ഇത്തരത്തിൽ ഇല്ലാതായി പോകുവാനും മാത്രം കാരണമായി തീരുന്നത്. അതല്ല ഇതിന് കാരണം സാമ്പത്തിക നഷ്ടമോ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. ആയൂരിൽ പ്രവർത്തിക്കുന്ന ലാവിഷ് എന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പിനുള്ളിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ വിവരം പുറത്ത് അറിയുന്നത്. കടയുടമ കോഴിക്കോട് സ്വദേശിയായ അലി, ഇയാളുടെ മാനേജറും തേവന്നൂർ സ്വദേശിനിയുമായ ദിവ്യമോൾ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവനക്കാർ രാവിലെ കടയിലെത്തിയപ്പോൾ സ്ഥാപനം തുറക്കാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ഫാനുകളിലായി ഇരുവരും ജീവനൊടുക്കിയ നിലയിലായിരുന്നു മൃതശരീരങ്ങൾ കാണപ്പെട്ടത്. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായുള്ള ഒരു നിഗമനം. ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത് ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കടയിലേക്ക് സാധനങ്ങൾ, അതായത് ഇവരുടെ സ്റ്റോക്ക് എടുക്കാനായിട്ട് ഇവർ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുന്നത് ഇവർ ഒരുമിച്ചായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പ്രണയത്തിലായാണ് എന്നുള്ള ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇനിയിപ്പോൾ പോലീസിന് അറിയേണ്ടത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നതും. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവ്യമോൾ വിവാഹിതയാണ്, 2 മക്കളുടെ അമ്മയും കൂടിയാണ്. അപ്പോൾ എന്താണ് ഇവരുടെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്.